ഹായ് ഫ്രണ്ട്സ്, മഞ്ജുസ് മാത്സിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് 2024. അപ്പോൾ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ സർക്കാർ വധശിക്ഷയുമായി, അതായത് ബലാത്സംഗ കൊലയ്ക്ക് വധശിക്ഷയുമായി ബംഗാൾ സർക്കാർ പാസ്സാക്കിയ ബില്ലാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ. അത് പാസ്സാക്കിയത് ഏത് സർക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ സർക്കാരാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലാത്സംഗ കൊലയ്ക്ക് വധശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബംഗാൾ സർക്കാർ രൂപീകരിച്ച ഒരു ബില്ലാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ. നെക്സ്റ്റ് വൺ, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ഏതാണ്? അത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഓക്കെ, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അതായത് 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി പ്രഖ്യാപിച്ചു. അത് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ്. ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ലോർഡ്സിൽ നടക്കുന്നത്. അത് നടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 11 മുതൽ 15 വരെ ആയിരിക്കും നടക്കുന്നത്. അതായത് 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അവിടെ വെച്ച് ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നതും. ഇത് നടക്കുന്ന ഡേറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 11 മുതൽ 15 വരെയായിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ ആണ്. ഡ്രോണിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FWD-200B ആണ്. അതിൻ്റെ പരീക്ഷണം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ പരീക്ഷണം വിജയിച്ചിരിക്കുകയും ചെയ്യുന്നു. ആ ബോംബർ ഡ്രോണിൻ്റെ പേരാണ് FWD-200B. നെക്സ്റ്റ് വൺ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് പ്രേംകുമാറിനെയാണ് നിയമിച്ചിരിക്കുന്നത്. പ്രേംകുമാർ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു. അതായത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിനെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേംകുമാറായിരുന്നു. അടുത്തത് സ്പീഡ് പദ്ധതി. അതായത് ഭിന്നശേഷി മേഖലയിലെ ഇടപെടലുകൾക്ക് വേഗത കൂട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പീഡ് പദ്ധതി. അപ്പോൾ സ്പീഡ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭിന്നശേഷി മേഖലയിലെ ഇടപെടലുകൾക്ക് വേഗത കൂട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് സ്പീഡ് പദ്ധതി. നെക്സ്റ്റ് വൺ, ലൂയിസ് സുവാരസ്. ലൂയിസ് സുവാരസ് എന്ന് പറഞ്ഞ ഉറുഗ്വൻ താരമാണ്. അതായത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഉറുഗ്വ താരം ലൂയിസ് സുവാരസ് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാൻ ലൂയിസ് സുവാരസ് ഉണ്ടാവില്ല. അപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് സുവാരസ്. DRDOയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതയായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ K. രാജലക്ഷ്മി മേനോൻ. ആരാണ്? ഡോക്ടർ K. രാജലക്ഷ്മി മേനോനാണ് DRDOയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത്. നെക്സ്റ്റ് വൺ, അവനി ലേഖ്ര. അവനി ലേഖ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസ് പാരലിമ്പിക്സ് 2024 ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയ വ്യക്തിയാണ് അവനി ലേഖ്ര. ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 സ്വർണം നേടിയത്. അതായത് ഇപ്പോൾ നടക്കുന്ന പാരീസ് പാരലിമ്പിക്സ് 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം, അവനി ലേഖ്ര. ഏത് ഐറ്റത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 സ്വർണം നേടിയത്. നെക്സ്റ്റ് വൺ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അതായത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മധ്യപ്രദേശാണ്. അപ്പോൾ ഏത് സംസ്ഥാനത്തു നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, റെയിൽവേ ബോർഡ് പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതീഷ് കുമാർ. അപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതീഷ് കുമാർ. ഓർത്തിരുന്നോണം, സതീഷ് കുമാർ. നെക്സ്റ്റ് വൺ, B. ശ്രീനിവാസൻ. അതായത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് B. ശ്രീനിവാസനാണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B. ശ്രീനിവാസൻ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B. ശ്രീനിവാസൻ. നെക്സ്റ്റ് വൺ,
കാർത്തിക് വെങ്കിട്ടരാമൻ, അതായത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് കാർത്തിക് വെങ്കിട്ടരാമൻ. അതായത് 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് കാർത്തിക് വെങ്കിട്ടരാമൻ. ഇപ്പം 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക് വെങ്കിട്ടരാമൻ. നെക്സ്റ്റ് വൺ പ്രീതി പാൽ, അതായത് പാരാലിമ്പിക്സിലോ ഒളിമ്പിക്സിലോ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ് പ്രീതി പാൽ. അപ്പോൾ പാരാലിമ്പിക്സിലോ ഒളിമ്പിക്സിലോ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി പാലാണ്. പ്രീതി പാൽ ഏതിലേക്കാണ്? ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ്. അപ്പോൾ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി പാൽ. നെക്സ്റ്റ് വൺ സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 പ്രത്യേകത എല്ലാവർക്കും അറിയാം, അധ്യാപക ദിനമാണ്. അപ്പം ഇന്ത്യയിലെ അധ്യാപക ദിനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 5. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അതായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആരുടെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഓക്കെ, അദ്ദേഹം രാഷ്ട്രപതിയായി ഇരുന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1962 മുതൽ 1967 വരെയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അധ്യാപക ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 5. അത് ആരുടെ ജന്മദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.